ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ശുഭഗ്രഹങ്ങൾ ജാതകന് പാപഗ്രഹങ്ങളായി മാറുന്നത് എങ്ങനെ എന്നുള്ള വിശദാംശങ്ങൾ പറയാം. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ചന്ദ്രൻ ഒരു ശുഭഗ്രഹമാണ്. എന്നാൽ ചന്ദ്രന് പക്ഷബലം ഇല്ലാതിരിക്കുമ്പോഴും സൂര്യനോട് ചേർന്ന് നിൽക്കുമ്പോഴും അഥവാ യോഗം ചെയ്ത് നിൽക്കുമ്പോഴും 3, 6, 11 ഈ ഭാവങ്ങളിൽ ഒന്നിൻ്റെ അധിപനാകുമ്പോഴും ചന്ദ്രൻ ജാതകന് പാപഗ്രഹമായി മാറുന്നു. എന്നാൽ ഈ ഭാവങ്ങൾ ചന്ദ്രൻ്റെ സ്വക്ഷേത്രമായ കർക്കിടകമോ ഉച്ചരാശിയായ ഇടവം രാശിയോ ആയിരുന്നാൽ ചന്ദ്രൻ പാപൻ ആകുകയില്ല. അടുത്തത്, ബുധൻ ഒരു ശുഭഗ്രഹമാണ്. എന്നാൽ ബുധൻ ഏതെങ്കിലും ഒരു പാപഗ്രഹത്തിനോട് യോഗം ചെയ്ത് നിൽക്കുമ്പോഴും 3, 6, 11 ഈ ഭാവങ്ങളിൽ ഒന്നിൻ്റെ അധിപനായി വരുമ്പോഴും ബുധൻ ജാതകന് പാപഗ്രഹമായി മാറുന്നു. എന്നാൽ ഈ ഭാവങ്ങൾ ബുധൻ്റെ സ്വക്ഷേത്രങ്ങളായ മിഥുനം, കന്നി എന്നീ രാശികൾ ആയിരുന്നാൽ ബുധനും ജാതകന് പാപഗ്രഹമായി മാറുകയില്ല. എന്നാൽ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, സ്വക്ഷേത്രത്തിലായിരുന്നാലും ബുധൻ ഒരു പാപഗ്രഹത്തോട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ബുധൻ പാപഗ്രഹം തന്നെയാണ്. അടുത്തത് 3, 6, 11 ഈ ഭാവങ്ങളുടെ അധിപന്മാർ ആയിരുന്നാൽ ശുഭഗ്രഹങ്ങളായ ഗുരു, ശുക്രൻ, ചന്ദ്രൻ, ബുധൻ എന്നിവർ പാപഗ്രഹങ്ങളായി മാറും. എന്നാൽ ഈ ഭാവങ്ങളിൽ ഈ ഗ്രഹങ്ങൾക്ക് സ്വക്ഷേത്രസ്ഥിതിയോ ഉച്ചസ്ഥിതിയോ ഉണ്ടായിരുന്നാൽ ഈ ഗ്രഹങ്ങൾ പാപഫലങ്ങൾ നൽകുകയില്ല. അടുത്തത്, 2ാം ഭാവാധിപനും 12ാം ഭാവാധിപനും ശുഭഗ്രഹങ്ങൾ ആയിരുന്നാൽ തന്നെയും പാപഗ്രഹങ്ങളുമായി ചേർന്നാണ് ഗ്രഹനിലയിൽ നിൽക്കുന്നതെങ്കിലും ആ ഗ്രഹങ്ങളും ജാതകന് പാപനായി മാറും. പാപഗ്രഹ യോഗം ഇല്ലെങ്കിലും ആ ഗ്രഹങ്ങൾ, അതായത് 2, 12 ഭാവാധിപന്മാർ പാപക്ഷേത്രങ്ങളിൽ നിന്നാലും പാപന്മാരായി മാറുന്നതാണ്. എന്നാൽ സ്വക്ഷേത്ര സ്ഥിതിയുണ്ടായാൽ ഈ ഗ്രഹങ്ങൾക്ക് പാപത്വം ഉണ്ടാകുകയും ഇല്ല. അടുത്തത്, 2ഉം 12ഉം ഭാവാധിപത്യം സൂര്യനും ചന്ദ്രനും ലഭിച്ചാൽ ആ ഗ്രഹങ്ങൾ ജാതകന് പാപന്മാരായി ഭവിക്കുകയില്ല. അടുത്തത്, 2, 12 ഭാവാധിപന്മാർ ആരെങ്കിലും ഏതെങ്കിലും ശുഭഗ്രഹത്തോട് ചേർന്ന് നിന്നാൽ ജാതകന് ആ ഗ്രഹവും ഒരു ശുഭഗ്രഹത്തെ പോലെ അനുകൂല ഫലം നൽകുന്ന ഗ്രഹം ആയിരിക്കും. അടുത്തത്, വ്യാഴം, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങൾക്ക് കേന്ദ്രഭാവങ്ങളുടെ, അതായത് 4, 7, 10 ഈ ഭാവങ്ങളുടെ ആധിപത്യം വന്നാൽ ഈ ശുഭഗ്രഹങ്ങൾക്ക് കേന്ദ്രാധിപത്യം ലഭിക്കുകയും ജാതകനെ സംബന്ധിച്ചിടത്തോളം പാപഗ്രഹങ്ങളായി മാറുകയും ചെയ്യും. അടുത്തത്, കേന്ദ്രാധിപത്യ ദോഷം ഏറ്റവും കൂടുതൽ ഉള്ളത് വ്യാഴത്തിനും വ്യാഴത്തിൻ്റെ പകുതി ദോഷം മാത്രം ശുക്രനും ശുക്രൻ്റെ പകുതി ദോഷം മാത്രം ബുധനും ഉണ്ടാകുന്നു. അടുത്തത് കേന്ദ്രാധിപത്യമുള്ള ശുഭഗ്രഹങ്ങൾക്ക്
സ്വക്ഷേത്ര സ്ഥിതിയോ ഉച്ചക്ഷേത്ര സ്ഥിതിയോ ഉണ്ടായിരുന്നാൽ ആ ഗ്രഹങ്ങൾ ജാതകന് ദോഷകാരിയായി മാറുകയില്ല. അടുത്തത്, ശുഭഗ്രഹമായ ചന്ദ്രന് കേന്ദ്രാധിപത്യ ദോഷം ഇല്ല. ഈ ദോഷം ഗുരു, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അടുത്തത്, ശുഭഗ്രഹങ്ങൾ പാപഗ്രഹമായി മാറുന്ന സന്ദർഭങ്ങൾ മേൽപ്പറഞ്ഞവയാണ്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9650532894 എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം, മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.